ഹായ്, ഞാനിന്നൊരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇന്നെനിക്കൊരു ഷൂട്ട് ഉണ്ട് അതിന് വേണ്ടിയിട്ട്. പക്ഷേ അവൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്താൽ മതി, ഓവറായിട്ട് പോസൊന്നും അടയേണ്ടാന്ന്. അപ്പം ഞാൻ സിമ്പിളായിട്ട് മേക്ക് ഓവർ ചെയ്യുന്നുള്ളൂ. ഞാൻ ലിപ്പ് ഡ്രൈ ആകുന്നതിന് ആദ്യം ലിപ് ബാം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചിട്ടാൽ മതി, കാരണം നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്ന സമയത്ത് അതിനൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ ഫേസ് മോയ്സ്ചറോ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് എനിക്കിപ്പം ഡ്രൈ ആയിട്ട് തോന്നുന്നില്ല സ്കിന്ന്, കുറച്ച് ഓയിലി തന്നെയാണുള്ളത്. അതുകൊണ്ട് ഞാൻ മൈഗ്ലാമിൻ്റെ ഈ ഒരു സാധനമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ സൺസ്ക്രീനും ഉണ്ട്, പിന്നെ ഒരു ചെറിയ ഷൈനിങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ കൂടെ ഉള്ളതുകൊണ്ട് അതാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് സ്റ്റോപ്പ് ക്രീമും കൂടെ യൂസ് ചെയ്യാണ്. ഇത് നിങ്ങൾക്ക് കാണിച്ചിരുന്നതിൻ്റെ ഇടയിൽ വീഡിയോ ഒക്കെ കിട്ടി, അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കഴുത്തിലെടുത്ത് തേക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം സ്റ്റോപ്പ് ക്രീമും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കൈ കൊണ്ട് അപ്ലൈ ചെയ്തതെന്ന് എല്ലാവരും പറയും ഫേസിൽ പിമ്പിൾസ് ഉണ്ടാകുന്നൊക്കെ, പക്ഷേ ഞാൻ അധികവും കൈ കൊണ്ട് തന്നെയാണ് എൻ്റെ ഫേസിൽ സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്യാറ്. ഞാൻ യൂസ് ചെയ്യരുത്, നമ്മൾ ഒരു സ്പോഞ്ചോ അല്ല ബ്രഷോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. പക്ഷേ എൻ്റെ മടി കാരണം ഞാൻ ജസ്റ്റ് എൻ്റെ കൈ കൊണ്ട് തന്നെ എല്ലാ ഫേസിലെ പാർട്സിലും ആക്കി കൊടുക്കും. ഇതാകുമ്പോൾ ഒരു മേക്കപ്പ് ഇട്ട ഫീൽ ഉണ്ടാവുകയും ചെയ്യും, എന്നുണ്ടാവുകയില്ല. ആ ഒരു തരത്തിലാണ് വരുന്നത്. ഇപ്പം കൈ നുറ്റിപ്പോയതുകൊണ്ട് അതെന്തായാലും കഴുത്തിനുണ്ടല്ലോ. ഒരു എന്താ പറയുക, ഇലുമിനേറ്റിംഗ് സൺസ്ക്രീനാണ് അത് വരുന്നത്. അപ്പോൾ ആ ഒരു ഗ്ലോയി ഫിനിഷ് ആണ് വരിക. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ ഐ ഷാഡോ ടച്ചപ്പ് ചെയ്യാം. ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റ്സ് ആണ് യൂസ് ചെയ്യാറ്. അപ്പം കുറച്ച് അഫോർഡബിൾ ആണ്. എല്ലാവരും പറയും സ്വിസ് ബ്യൂട്ടി ലോങ് ലാസ്റ്റിംഗ് അല്ല എന്നൊക്കെ, പക്ഷേ പേഴ്സണലി എനിക്ക് സ്വിസ് ബ്യൂട്ടി ഭയങ്കരമായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ടൈം ഞാൻ ഭാരത് മാതയായിട്ട് ഈ ബാലഗോകുലത്തിൻ്റെ ഒരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അന്ന് നല്ല മഴ പെയ്ത് ഞാൻ ഈ സ്വിസ് ബ്യൂട്ടിയുടെ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹണിയും അപ്പവും കൂടിയിട്ട് എനിക്ക് മേക്കപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായത്. അയ്യോ, അപ്പോൾ ഓടി വന്ന് മഴ പെയ്തവിടെ സ്വിസ് ബ്യൂട്ടി ആയതുകൊണ്ട്. എന്നിട്ട് ആ മഴ ഫുള്ള് പെയ്ത് പോയിട്ടും എൻ്റെ മുഖത്തെ മേക്കപ്പ് അതുപോലെ ഉണ്ട്. എന്നിട്ട് അവൻ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് സ്വിസ് ബ്യൂട്ടി അത്ര ചെറുതൊന്നുമല്ല, അങ്ങനെ പോകുന്നൊന്നും ഇല്ലല്ലോ, നല്ല തന്നെയാണ് എന്നൊക്കെ. അതിനുശേഷം എനിക്ക് സ്വിസ് ബ്യൂട്ടിനോട് ഭയങ്കര എന്താ പറയുക, അഫോർഡബിളും ആണ്, എന്നാൽ ലോങ് ലാസ്റ്റിംഗും ആണ്. എനിക്ക് പേഴ്സണലി കേട്ടോ, ചില ആൾക്കാർക്ക് പറയുന്നുണ്ട് എല്ലാം, പക്ഷേ എനിക്ക് പേഴ്സണലി നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ഐ ഷാഡോസ് ചുമ്മാ ചെയ്ത് കൊടുക്കുന്നത്, ഭയങ്കര കാര്യമായിട്ടൊന്നുമില്ല. ചെയ്തിനോ എല്ലാം അങ്ങനെ ഒരു രീതിയിൽ മതി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ 2 ഷെയ്ഡ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് നോർമലി ഇങ്ങനെ അങ്ങനെ സ്കിന്നെ വിട്ടിട്ട് പോകാനാണ് ഇഷ്ടം. പക്ഷേ ഷൂട്ടിൽ ആവശ്യത്തിന് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഒരുങ്ങി കിട്ടിലായിട്ട് പോകണമെന്നുണ്ടാവും. അപ്പോൾ 2 മൂഡുണ്ടാവും. ഇന്ന് ഇപ്പോൾ ഷൂട്ടിന് പോകുന്നതുകൊണ്ട് എന്തായാലും മേക്കപ്പ് ഇടണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാരി വിളിച്ചിട്ടിട്ട് പോവുക ചെയ്യാം. അത് ആ ഒരു കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ മുഖത്തിട്ട സാധനത്തിൻ്റെ ഷൈനിങ് ആ ഒരു തിളക്കം കൈമലൊക്കെ ഉണ്ട്. ഞാൻ അത് ഇവിടെ വരച്ച് കൊടുക്കാം. കുറച്ച് കൈയൊക്കെ തിളങ്ങട്ടെ. സാരിയാണ് വേഷം വരുന്നത്. ബ്ലൗസ് ഞാൻ മീഷോന്ന് എടുത്തത് കേട്ടോ. കുറേ കല്ലിട്ട് എടുത്തിട്ട് എല്ലാവരും എടുത്ത് വിൽക്കാറുണ്ട് ഈ ബ്ലൗസ് ഇവിടെ എടുത്ത് ആ ടൈമിൽ. ഇപ്പം മീഷോയിലെല്ലാവർക്കും കിട്ടി തുടങ്ങിയല്ലോ. നമുക്ക് ജസ്റ്റ് ഈ 2 ഐലൈനർ എൻ്റെ പുള്ളി റെഡ് ഇടാനാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് റെഡ് ഐലൈനർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏതായിരുന്നു, ഇതിലാണെന്ന് തോന്നുന്നു. ഞാൻ ഈ ഒരു കളറ് ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ ഇങ്ങനെ കുത്തിയിട്ട് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. ഇതിന് അവിടെ എത്തിയിട്ടിടാം, കാരണം ഇവിടെ നിന്നിട്ട് പോകുമ്പോൾ ചിലപ്പോൾ നീട്ടില്ലെങ്കിലും. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ബ്ലാക്ക് ഐലൈനറും കൂടെ എടുക്കാം, ഇൻ കേസ് പുള്ളിക്ക് ഇനി ബ്ലാക്ക് ഐലൈനർ മതി എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിലും എന്ന് വിചാരിച്ചിട്ട്. ഇതൊക്കെ നമ്മൾ കയ്യിൽ പിടിക്കേണ്ട സാധനങ്ങളാണ്. നമ്മുടെ ബേസിക് സാധനങ്ങളൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ ലിപ് ലൈനർ ഇവയുണ്ട്, അതും ഇങ്ങനെ ചുമ്മാ ലിപ്പിന് വരഞ്ഞു കൊടുത്തിട്ട് അതൊക്കെ അവിടെ എത്തിയിട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടാണ് ചെയ്തത്. ഇതെന്താ, ഇത് മാസിൻ്റെ ലിപ് ലൈനറാണ് കേട്ടോ. ഇത് സ്വിസ് ബ്യൂട്ടിയുടേതും ഏകദേശം 2 സെയിം കളറാണ്. ഒന്ന് റോയൽ റെഡാണ് വരുന്നത്, ഒന്ന് ചില്ലി റെഡാണ്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ ലിപ് ബാം ഇത് ഇതിൻ്റെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഏത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായത്. എനിക്ക് അപ്പോഴത്തേക്ക് ആൻറ്റി വന്നു. അപ്പോൾ ഞാൻ ആൻറ്റിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോയത്. ഞാൻ പിന്നെ അണ്ടർ ആമിനെ നമ്മൾ ജസ്റ്റ് ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്, വേർപ്പൊക്കെ വരുന്ന സമയത്ത് സ്മെല്ല് വരാൻ തുടങ്ങുമല്ലോ സ്വാഭാവികമായിട്ടും. അത് ഞാൻ അണ്ടർ ആമിൽ നിവിയൻ്റെ ഈ സാധനം ഉപയോഗിക്കുന്നത്. പിന്നെ ജസ്റ്റ് ഇത് ഞാൻ പോക്കറ്റ് സ്പ്രേ വെറുതെ ബാഗിലിടാൻ വേണ്ടിയിട്ട്, ഇൻ കേസ് നമുക്കൊരു നമ്മൾ ഫ്രഷല്ല ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ ഭയങ്കര രാവിലെ മുതൽ ടയർഡാകുന്ന സമയത്തൊക്കെ ഒരു സ്പ്രേ എപ്പോഴും വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ പോക്കറ്റ് സ്പ്രേ അതിങ്ങനെ യാട്ടിൽ ഇത് ഒരു സാധനത്തിനും ഇന്ന കമ്പനി അന്ന കമ്പനി ഒന്നുമില്ല ഞാൻ യൂസ് ചെയ്യുന്നതിൽ. എനിക്ക് എന്താണ് കൈ കിട്ടുന്നത് അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി ഇടണം പോകുമ്പോഴാണ്. പിന്നെ മുടിയും മെസ്സി ലുക്കാണ് വേണ്ടത്. ഞാൻ വെച്ച് ജസ്റ്റ് ഒന്ന് സ്പഞ്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇൻ കേസ് വേണമെങ്കിൽ. ഞാൻ നമുക്ക് 10 രൂപ കിട്ടുന്ന പൊട്ട് അങ്ങനത്തെ വാങ്ങിച്ചിട്ടൊരു ഡബ്ബയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ഇങ്ങനത്തെ നെയിൽ പോളിഷ് റിമൂവറിൻ്റെ ഡബ്ബയാണ്. അപ്പോൾ അതിലാണ് ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത്.
സോ ഇതൊക്കെയാണ് സംഭവങ്ങൾ. ബാക്കി റെഡി ആയിട്ട് ഒരു കമ്മൽ 2 കമ്മലാണ് അവൻ പറഞ്ഞത്, എനിക്ക് ഇത് അല്ലെങ്കിൽ ഇത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പോകാം. മെയിൻലി ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മെയിൻലി നമ്മൾ ഇതൊക്കെ എടുത്തിട്ട് അങ്ങ് പോകാൻ, അവിടെ നിന്നാണ് റെഡി ആകുന്നത്. ബേസിക്സ് അതിനാണ് മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പം ഫൈനൽ ലുക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അവിടെ എത്തിയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു സെൽഫി വീഡിയോ പോലെ ആക്കിയിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം ഞാൻ ജസ്റ്റ് ആ കണ്ണ് റെഡിൽ ചുമ്മാ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ വെച്ചപ്പോൾ വൃത്തി കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി സാരി ഡ്രൈപ്പ് ചെയ്തു. ഇത് എന്നത് കുറേ കളറായിട്ടുള്ള സാരി, കുറേ ഷൂട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. മേ ബി കണ്ടാൽ മനസ്സിലാവും. എൻ്റെ ഒരു ഫേവറേറ്റ് സെറ്റ് സാരി കേട്ടോ. അപ്പം ആസ് യൂഷ്വൽ കുട്ടികളെ ഇതാണ്. ബാക്കി പൊട്ടൊക്കെ എവിടെ എത്തിയിട്ട് വയ്ക്കാൻ തോന്നുന്നു. പിന്നെ ഹെയർ ഞാൻ പറഞ്ഞ പോലെ മെസ്സി ആയിട്ടാണ് ചെയ്യേണ്ടത്, അത് അവിടെ പോയിട്ട് ചെയ്യും. ഓക്കെ, ബൈ.